എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് +2 ക്രിസ്മസ് എക്സാമിന് പഠിച്ചു പോകേണ്ട ഇക്കണോമിക്സിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ്. ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാക്രോ ഇക്കണോമിക്സിൽ നിന്നുള്ള മൂന്നാമത്തെയും നാലാമത്തെയും ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്ക് നോക്കാം. മണി ആൻഡ് ബാങ്കിങ് എന്നതാണ് മാക്രോ എക്കണോമിക്സിന്റെ മൂന്നാമത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നമ്മൾ ഒരു 4 മാർക്കിന് വരെ ചോദിക്കുന്ന 3-4 മാർക്കിന് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യമാണ് ഏതാ? ഫങ്ഷൻസ് ഓഫ് മണി എന്നത് പണത്തിന്റെ ധർമ്മങ്ങൾ. ഫങ്ഷൻസ് ഓഫ് മണി, പണത്തിന്റെ ധർമ്മങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രൈമറി ഫങ്ഷൻ, സെക്കൻഡറി ഫങ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പണത്തിന്റെ ധർമ്മങ്ങളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതൊന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമതൊരു ഫംഗ്ഷൻ കൂടി ഉണ്ട്, കണ്ടിജന്റ് ഫങ്ഷൻസ് ആണ്. അപ്പൊ 3 തരം ഫങ്ഷൻസ് അവിടെ പണത്തിന്റെ ധർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുന്നുണ്ട്. 3 അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. രണ്ടാമത്തെ ഒരു ചോദ്യമാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആണ്, ഡിമാൻഡ് ഫോർ മണി എന്നത്. ഡിമാൻഡ് ഫോർ മണിയുമായി ബന്ധപ്പെട്ട് അതിന്റെ മോട്ടീവുകൾ പഠിച്ചു വെക്കണം. 2 മോട്ടീവുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ട്രാൻസാക്ഷൻ മോട്ടീവ് ആണ്, രണ്ടാമത്തേത് സ്പെക്കുലേറ്റീവ് മോട്ടീവ് ആണ്. അതായത് ഡിമാൻഡ് ഫോർ മണി എന്ന് പറഞ്ഞാൽ പണത്തിന്റെ ചോദനമാണ്. പണത്തിന്റെ ചോദന എന്താണെന്ന് ചോദിക്കും. അതുപോലെ തന്നെ പണത്തിന്റെ ചോദനത്തിന്റെ മോട്ടീവുകൾ, പ്രേരകങ്ങൾ അല്ലെങ്കിൽ പ്രേരണകൾ എന്താണെന്ന് ചോദിക്കും. അതായത് ട്രാൻസാക്ഷൻ മോട്ടീവ് ആണ് കൈമാറ്റ പ്രേരകം, രണ്ടാമത്തേത് സ്പെക്കുലേറ്റീവ് മോട്ടീവ് ആണ്, അതായത് ഊഹക്കച്ചവട പ്രേരകം എന്നത്. ഓക്കെ, 2 കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു 3-4 മാർക്കിന്റെ മറ്റൊരു ചോദ്യമാണ് എന്താ? ലിക്വിഡിറ്റി ട്രാപ്പ് എന്നത്. ലിക്വിഡിറ്റി ട്രാപ്പ് നമ്മൾ പഠിക്കേണ്ടത്, നമുക്ക് അതിന്റെ കർവ്, ഒന്നുകിൽ കർവ് തരും, കർവ് തന്നിട്ട് അതിനെ ഫില്ല് ചെയ്തുകൊണ്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും. അതായത് ലിക്വിഡിറ്റി ട്രാപ്പിന്റെ ചിത്രം തന്നിട്ട് അതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി പറയും, അതായത് അത് മുഴുമിപ്പിക്കാൻ വേണ്ടി പറയും, എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, കൃത്യമായിട്ട് പഠിക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. ഡിമാൻഡ് ഫോർ മണി 4 മാർക്കിന്റെ ചോദ്യമാണ്. അതുപോലെ തന്നെ ലിക്വിഡിറ്റി ട്രാപ്പ് നമുക്കൊരു 3 അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കാം. ദ്രവത്വക്കെണി എന്നാണ് നമ്മൾ അതിന് മലയാളത്തിൽ പറയുന്നത്. അതുപോലെ നമുക്ക് നാരോ മണി, ബ്രോഡ് മണി, അതായത് ഈ പണത്തിന്റെ അളവുകൾ, പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് ഓഫ് മണി അല്ലെങ്കിൽ ലീഗൽ ഡെഫിനിഷൻസ് ഓഫ് മണി എന്നതാണ് ചോദ്യം. ലീഗൽ ഡെഫിനിഷൻ ഓഫ് മണി, അതായത് പണത്തിന്റെ നിയമപരമായ അളവുകൾ. 1977 ഏപ്രിൽ 1 മുതൽ RBI ഇന്ത്യയിൽ പണത്തിന്റെ നിയമപരമായ 4 അളവുകളാണ് പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് M1 ആണ്, രണ്ടാമത്തേത് M2 ആണ്, മൂന്നാമത്തേത് M3 ആണ്, നാലാമത്തേത് M4 ആണ്. മണി സപ്ലൈ 1, 2, 3, 4 എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ പണത്തിന്റെ നിയമപരമായ അളവുകൾ ഈ രൂപത്തിൽ 4 തന്നിട്ട് വൺ സൈഡ് നമുക്ക് M1, M2, M3, M4 എന്ന് തരും. റൈറ്റ് സൈഡിൽ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി പറയുകയാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ 4 മാർക്കിന് ചോദിക്കും, അല്ലെങ്കിൽ 2 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, 4 മാർക്കിനാണെങ്കിൽ അതില് നമുക്ക് നാരോ മണി ഏതാണ്, ബ്രോഡ് മണി ഏതാണ്, അതുപോലെ RBIയുടെ പണം ഏതാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ഒരു ഭാഗത്തുള്ളതാണ്. ഇനി നമുക്കുള്ളത് മണി മൾട്ടിപ്ലയർ, അതുപോലെ തന്നെ ഹൈപ്പവേർഡ് മണി. ഹൈപ്പവേർഡ് മണി എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. ഹൈപ്പവേർഡ് മണി എന്നുള്ളത്, ഹൈപ്പവേർഡ് മണി നമ്മൾ ഇക്വേഷൻ പഠിക്കാം. H=CU+R ആണ്. H=CU+R ആണ്. അതുപോലെ മണി മൾട്ടിപ്ലയറും പഠിക്കാം. മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് എന്താണ്? M/H ആണ്, അല്ലെങ്കിൽ 1 CDR ഡിവൈഡഡ് ബൈ CDR + RDR എന്ന് പറയുന്ന സമവാക്യമാണ്. പ്രോബ്ലം ചെയ്യാനൊന്നും ഉണ്ടാവില്ല. മണി മൾട്ടിപ്ലയർ എന്താണെന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഒരു എസ്സേ നമുക്ക് വരാൻ സാധ്യത ഉള്ളത് ഏതാണ്? സെൻട്രൽ ബാങ്കിന്റെ ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ RBIയുടെ ധർമ്മങ്ങൾ. ഓക്കെ, RBIയുടെ ധർമ്മങ്ങൾ. ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് RBI എന്നാണ് ചോദ്യം ഉണ്ടാവുക. RBIയുടെ ധർമ്മങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങൾ, ആ രീതിയിൽ ചോദ്യം ചോദിക്കാൻ. ചിലപ്പോ നമുക്ക് ഈ ഒരു RBIയുടെ ധർമ്മങ്ങളും അതുപോലെ തന്നെ മോണിറ്ററി പോളിസിയും അതിന്റെ ഉപകരണങ്ങളും കൂടി ഒരുമിച്ച് ഒരു എസ്സേ ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ്? RBIയുടെ ധർമ്മങ്ങളെ നമ്മൾ പട്ടികപ്പെടുത്തിയാൽ മതി. എന്ന് വെച്ചാൽ അതിന്റെ ആ പോയിന്റ് മാത്രം, 8 പോയിന്റ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അതിന് പിന്നീട് നമ്മൾ മോണിറ്ററി പോളിസി എന്താണെന്ന് എഴുതുക, മോണിറ്ററി പോളിസിയുടെ പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ, ഇൻസ്ട്രുമെന്റ്സ് എന്താണെന്ന് എഴുതുക. ഓക്കെ, അപ്പോ മോണിറ്ററി പോളിസി എന്താണ്, മോണിറ്ററി പോളിസിയുടെ ഇൻസ്ട്രുമെന്റ്സ് എന്താണെന്ന് പറയുകയാണെങ്കിൽ ബാങ്ക് റേറ്റ്, അതുപോലെ തന്നെ റിസർവ് റേഷ്യോ, മൂന്നാമത്തേത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഇത് മാത്രം ചോദിക്കുകയാണെങ്കിൽ 4 മാർക്കാണ്. എങ്ങനെ? മോണിറ്ററി പോളിസി ആൻഡ് ഇറ്റ്സ് ഇൻസ്ട്രുമെന്റ്സ് എക്സ്പ്ലെയിൻ എന്ന് ചോദിക്കും.
ചോദിക്കുകയാണെങ്കിൽ 4 മാർക്കിന്റെ ചോദ്യമാണ്. അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ RBIയുടെ ഫംഗ്ഷൻസ് 8 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ 8 പോയിന്റും വിവരിച്ചുകൊണ്ടാണ് എഴുതേണ്ടത്. ഓക്കെ, മാറണ്ട, മറന്നു പോവരുത്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ പിന്നെന്താണ് നമുക്കതില് പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് 1-2 കാര്യങ്ങള്, അതായത് ഈ ബാങ്ക് റേറ്റ്, അതുപോലെ തന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ റിസർവ് റേഷ്യോ, ചിലപ്പോൾ അതൊക്കെ നമുക്ക് ബോക്സിൽ തന്നിട്ട് പണപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ എന്താകുന്നു, പണച്ചുരുക്കം ഉണ്ടാകുമ്പോൾ എന്താകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കാം. നമ്മളെ കുഴക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. എങ്ങനെ ചോദ്യം വന്നാലും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റണം. അതിന് ഈ പറയുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇതൊക്കെ നിങ്ങളുടെ നോട്ട് ബുക്കിൽ സ്കൂളിൽ നിന്ന് തന്നിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ നമ്മുടെ ചാനലിൽ സെർച്ച് ചെയ്ത് നിങ്ങൾ അത് കാണണം. എല്ലാത്തിനും വീഡിയോ ചാനലിലുണ്ട്. ഓക്കെ, അതുപോലെ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട നമ്മുടെ മാക്രോ എക്കണോമിക്സിന്റെ മറ്റൊരു ചാപ്റ്റർ ആണ് ഇൻകം ഡിറ്റർമിനേഷൻ എന്നത്. ഇൻകം ഡിറ്റർമിനേഷൻ, വരുമാന നിർണയം. വരുമാന നിർണയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അതിൽ എക്സാൻഡെ എക്സ്പോസ്റ്റ് 2 പദങ്ങളാണ്. അതായത് ആസൂത്രിതം അതുപോലെ തന്നെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അത് രണ്ടും 2 മാർക്കിന്റെ ചോദ്യമാണ്. എക്സ്പോസ്റ്റ് ആൻഡ് എക്സാൻഡെ ആൻഡ് എക്സ്പോസ്റ്റ് എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം 4 മാർക്കിന് ചോദിക്കുന്നതാണ്. അഗ്രിഗേറ്റ് ഡിമാൻഡും അതിന്റെ ഘടകങ്ങളും. അത് ചിലപ്പോൾ 4 അല്ല 5 മാർക്കിനും ചോദിക്കാം. അഗ്രിഗേറ്റ് ഡിമാൻഡ് അതിന്റെ ഘടകങ്ങൾ ഓക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയാം. അപ്പൊ അഗ്രിഗേറ്റ് ഡിമാൻഡ് അല്ലെങ്കിൽ എക്സാൻഡെ അഗ്രിഗേറ്റ് ഡിമാൻഡ്, അതായത് ആസൂത്രിത മൊത്തം ചോദനം അല്ലെങ്കിൽ സഞ്ചിത ചോദനം, അതിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് എക്സാൻഡെ കൺസംഷൻ ആണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് എക്സാൻഡെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് ഉപഭോഗം അതുപോലെ നിക്ഷേപം എന്നിവ രണ്ടുമാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് അല്ലെങ്കിൽ മൊത്തം ചോദനത്തിന്റെ 2 ഘടകങ്ങൾ. ഓക്കെ, അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കണം. അതുപോലെ ഇതിൽ നമുക്ക് പരീക്ഷയ്ക്ക് ഷുവറായിട്ട് ചോദിക്കുന്ന ഒന്നാണ് APCയുടെ സമവാക്യം. APC കാണാണ്ടാകും, അതുപോലെ തന്നെ MPC കാണാണ്ടാകും. APC എന്ന് പറഞ്ഞാൽ C/Y ആണ്. അതുപോലെ MPC എന്ന് പറഞ്ഞാൽ ഡെൽറ്റ C/Δy ആണ്. ഓർമ്മയിൽ വെക്കുക. അല്ലെങ്കിൽ അതിന്റെ 4 ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് മാത്രം ഫില്ല് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. APC ഈക്വൽ ടു ഡാഷ്. APC എന്ന് പറഞ്ഞത് C/Y ആണ്. APS എന്ന് പറഞ്ഞത് S/Y ആണ്. MPC എന്ന് പറഞ്ഞത് ഡെൽറ്റ C/Δy ആണ്. MPS എന്ന് പറഞ്ഞത് ഡെൽറ്റ S/Δy ആണ്. അതൊക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കുക. വെരി ഇമ്പോർട്ടന്റ് ആണ്. എക്സാൻഡെ അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ കർവ് എങ്ങനെയാണെന്നുള്ളത് ചിലപ്പോൾ ചോദിക്കാം. അത് Y ആക്സിസിൽ ടാൻജന്റ് ചെയ്തുകൊണ്ട് റൈറ്റ് അപ്പിലേക്ക് ഉയർന്നു പോകുന്നതാണ്. അതുപോലെ എക്സാൻഡെ സപ്ലൈ കർവ് 45 ഡിഗ്രി ചെരിവില് വലത്തോട്ട് ഉയർന്നു പോകുന്നതാണ്. ഓക്കെ, അതൊക്കെ ഒന്ന് പഠിക്കുക. രണ്ടും എക്സാൻഡെയും എക്സാൻഡെ അഗ്രിഗേറ്റ് ഡിമാൻഡും അതുപോലെ തന്നെ എക്സാൻഡെ സപ്ലൈയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താണ് ഒരു ടു സെക്ടർ ഇക്കോണമിയിലെ അഗ്രിഗേറ്റ് ഡിമാൻഡ് അഗ്രിഗേറ്റ് സപ്ലൈയുടെ ഇക്വിലിബ്രിയം പഠിക്കാൻ പറ്റും. അതായത് അഗ്രിഗേറ്റ് ഡിമാൻഡ് മൊത്തം ചോദനവും മൊത്തം സപ്ലൈയും തമ്മിൽ ഈക്വൽ ആകുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു, ഫലപ്രദ ചോദനം അല്ലെങ്കിൽ എഫക്റ്റീവ് ഡിമാൻഡ് ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും വരാൻ സാധ്യതയുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണത്. ഓക്കെ, അതുപോലെ ഔട്ട്പുട്ട് മൾട്ടിപ്ലയർ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ പഠിക്കണം. ഔട്ട്പുട്ട് മൾട്ടിപ്ലയർ, ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഔട്ട്പുട്ട് മൾട്ടിപ്ലയർ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ എന്താ സമവാക്യം? K ഈക്വൽ ടു 1/1 - MPC or K ഈക്വൽ ടു 1/1 - C or K ഈക്വൽ ടു 1/MPS. അതാണ് അതിന്റെ സമവാക്യം. കൃത്യമായിട്ട് പഠിച്ചോ. എന്താണ് K ഈക്വൽ ടു? അതായത് മൾട്ടിപ്ലയർ ഗുണകത്തിന്റെ സമവാക്യമാണ് പറയുന്നത്. K സമം 1/1 - MPC ആണ്. അല്ലെങ്കിൽ അതിന് എങ്ങനെ എഴുതാം? മാറ്റി എഴുതാം. 1/1 - C എന്ന് എഴുതാം. അതും അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/MPS എന്ന് എഴുതാം. ഓക്കെ, ഇതെല്ലാം എന്താണ്? ഇത് ഔട്ട്പുട്ട് മൾട്ടിപ്ലയർ ആണ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ ആണ്. ഓക്കെ, രണ്ടും ഒരേപോലെ തന്നെയാണ്. പിന്നീട് ചിലപ്പോൾ 1 വേർഡിൽ നമുക്ക് ഈ ഇക്വേഷൻസ് ഒക്കെ 1 വേർഡിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്ന രീതിയിലൊക്കെ ചിലപ്പോൾ ചോദ്യം വന്നേക്കാം. ഓക്കെ, അത് കണ്ടൊന്നും ഞെട്ടാൻ നിൽക്കണ്ട, കൃത്യമായിട്ട് പഠിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം മറ്റൊന്ന്, MPC പ്ലസ് MPS ഈക്വൽ ടു ഡാഷ് ആണ്. MPC പ്ലസ് MPS ഈക്വൽ ടു 1 ആണ്. MPC പ്ലസ് MPS ഈക്വൽ ടു 1 ആണ്. ഓക്കെ,
ഓക്കെ, ക്ലിയർ അല്ലേ? അതിൽ നമുക്ക് മറ്റൊരു സമവാക്യം ഉണ്ടാക്കാം. എന്ത്? എം പി സി വേറെ ഉണ്ടാക്കാം, എം പി എസ് വേറെ ഉണ്ടാക്കാം. എം പി സി ഈക്വൽ ടു 1 മൈനസ് എം പി എസ്, അതുപോലെ എം പി എസ് ഈക്വൽ ടു 1 മൈനസ് എം പി സി. ഓക്കെ, ഈ രീതിയിലൊക്കെ നമുക്ക് അവിടുന്ന് ഇക്വേഷൻസ് ഉണ്ടാക്കാൻ സാധിക്കും മക്കളെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്നും നിങ്ങൾ കൂടുതലായിട്ട് ചകഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക. പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് മുൻകൂട്ടി ചെയ്തതാണ്, മുൻപത്തെയാണ്. അതെന്നാലും നിങ്ങൾ എടുത്ത് കാണാം. കൃത്യമായിട്ട് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. ഫൈനൽ എക്സാമിനുള്ള നല്ല കിടിലൻ ക്ലാസുകൾ നിങ്ങൾക്ക് ചാനലിലൂടെ ലഭിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് വീണ്ടും പുതിയ ടോപ്പിക്കുമായി പുതിയ വീഡിയോ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.